നവംബറായപ്പോൾ ലണ്ടനിലത്തെ ക്രിസ്മസ് ലൈറ്റുകളൊക്കെ ഓണാക്കി തുടങ്ങി. അപ്പൊ തിരക്ക് വരുന്നതിന് മുമ്പ് അത് പോയി കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രാവിലെ പോയി ആദ്യം ബോറോ മാർക്കറ്റ് കണ്ടു. അവിടെ നിന്ന് 2 ഫുഡും ടേസ്റ്റ് ചെയ്ത് പിന്നെ നേരെ കനറി വാഫിലേക്ക് പോയി. ഒരുവിധം എല്ലാ കമ്പനികളുടെയും ഓഫീസുകൾ ഇവിടെ കാണാം, മെയിൻ ആയിട്ട് ബാങ്കുകളുടെ. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജിലേക്ക് പോയി. തേംസ് നദിയുടെ സൈഡിലേക്ക് ആയിട്ട് ഫുള്ള് ക്രിസ്മസ് മാർക്കറ്റുകളാണ്. ഇനി ഇരുട്ടായി തുടങ്ങിയോണ്ട് തന്നെ ഞങ്ങൾ പിന്നെ നേരെ ക്രിസ്മസ് ലൈറ്റുകൾ കാണാനായിട്ട് മെയിൻ സ്ട്രീറ്റുകളിലേക്ക് പോയി. ഇതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഞങ്ങൾ അവിടെ നിന്ന് പിറ്റേ ദിവസം ക്യാംഡൻ മാർക്കറ്റും കണ്ടതിന് ശേഷമാണ് തിരിച്ചു വീട്ടിലേക്ക് വന്നത്. ലണ്ടനിലെത്തി ഞങ്ങൾ ആദ്യം പോയത് ബോറോ മാർക്കറ്റിലേക്കാണ്. ഇവിടെ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് കേട്ടോ. നിറയെ ആളുകളാണ്, നടക്കാൻ പോലും നമുക്ക് സ്ഥലമില്ല. ലണ്ടനിലെ ഏറ്റവും പഴക്കം ചെന്നൊരു മാർക്കറ്റാണിത്. മുകളിൽ കൂടെ ട്രെയിൻ പോകുന്നുണ്ട്. മാർക്കറ്റിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല ഫുഡിന്റെ സ്മെൽ അടിച്ചു തുടങ്ങും. പല വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. ചെറിയ ചെറിയ ഫുഡ് സ്റ്റാളുകളൊക്കെ നടന്നു പോകുമ്പോൾ തന്നെ 2 സൈഡിലും കാണാനായിട്ട് പറ്റും. ഈ കാണുന്നതൊക്കെ ചീസുകളാണ്. പല വലിപ്പത്തിലും പല കളറിലും ചീസുകൾ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 1 കിലോ ചീസിന് 47 പൗണ്ടാണ് റേറ്റ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇന്ത്യൻ എമൗണ്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 4700 രൂപ. ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫിഷ് മാർക്കറ്റ് ഉണ്ട് കേട്ടോ അവിടെ. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയ ചോക്ലേറ്റ് സ്ട്രോബെറീസ് മേടിക്കാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. ആ പൈപ്പിലൂടെ ഒഴുകി വരുന്ന ചോക്ലേറ്റ് ആ കപ്പിലാക്കി വെച്ചിരിക്കുന്ന സ്ട്രോബെറീസിൽ ഒഴിച്ചു കൊടുക്കും. ഞങ്ങളും ഇതൊരെണ്ണം മേടിച്ചു. ഒരെണ്ണത്തിന് 8.5 പൗണ്ടാണ് ചാർജ് ചെയ്തത്. ഇതിലുണ്ടായിരുന്ന ആ ചോക്ലേറ്റ് നല്ല ടേസ്റ്റി ആയിരുന്നു. ഒരു വെറൈറ്റി സാധനം ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാവുന്നതാണ്. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ അതിന്റെ ലൈറ്റിങ്ങും ഡെക്കറേഷൻസ് ഒക്കെ ഓൾറെഡി ഇവരോട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ റൂഫ് കവേർഡ് ആയതുകൊണ്ട് തന്നെ മഴയൊന്നും കൊള്ളാണ്ട് നമുക്ക് നടക്കാനായിട്ട് പറ്റും. ഞങ്ങൾ ചെന്ന ദിവസം ചെറിയ മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്നൊക്കെ ഫുഡ് ഐറ്റംസ് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തായാലും ഓർഡർ ചെയ്യാനായിട്ട് തോന്നും. ഈ കടയിൽ നിന്ന് ഞങ്ങളൊരു ക്രിസ്പി ചിക്കൻ ബർഗർ ഓർഡർ ചെയ്തു. ഞങ്ങൾ പോയത് ഒരു സാറ്റർഡേ ആയത് കാരണം തന്നെ ഓർഡർ ചെയ്യാനായിട്ട് വരി നിൽക്കണം, അത്രയും തിരക്കാണ് ഇവിടെ. പലതരം സ്പൈസസ് വെച്ചുണ്ടാക്കുന്ന മുൾഡ് വൈനാണ് ഈ കാണുന്നത്. ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ചിക്കൻ ബർഗർ. ഇതിന് നല്ല വലിപ്പമുണ്ട്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ബണ്ണ്, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ബണ്ണ് വേറൊരു സ്ഥലത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ അടുത്തുള്ള ഒരു ട്യൂബ് സ്റ്റേഷനിലേക്ക് പോയി, കനറി വാഫിലേക്ക് പോകാനായിട്ട്. ലണ്ടന്റെ ഉള്ളിൽ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ട്യൂബാണ്. കാരണം ബസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ട്രാഫിക് കാരണം കുറേയധികം ടൈം എടുക്കും. ട്യൂബ് ആകുമ്പോൾ അണ്ടർഗ്രൗണ്ടിലൂടെയാണ് പോകുന്നത്. കനറി വാഫിന്റെ ട്യൂബ് സ്റ്റേഷൻ വളരെ വലിയൊരു സ്റ്റേഷനാണ്. കാരണം കുറേയധികം ആളുകൾ ബിസിനസ് ആവശ്യങ്ങൾക്കും ജോലി ആവശ്യങ്ങൾക്കുമായിട്ട് ഡെയിലി ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നതാണ്. പല കോർപ്പറേറ്റ് കമ്പനികളുടെയും ഹെഡ് ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ കാനറി വാഫ്. ചെന്നിറങ്ങുമ്പോൾ തന്നെ നമുക്കെല്ലാം ഹൈ റൈസ് ബിൽഡിങ്ങുകളാണ് ചുറ്റും കാണാൻ പറ്റുന്നത്. ഇവിടെ മനോഹരമായ ഒരു വാട്ടർ ഫൗണ്ടനൊക്കെ ആയിട്ട് ഒരു പാർക്കും ഇവര് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ നടക്കുമ്പോൾ വലിയ വലിയ ബിൽഡിങ്ങുകൾ ചുറ്റും നമുക്ക് കാണാം. പിന്നെ ഈ വെള്ളത്തിന്റെ ശബ്ദം, പിന്നെ ചുറ്റുമുള്ള മരങ്ങൾ, ഒരു പ്രത്യേക ആംബിയൻസ് ആണ് ഇവിടെ. ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് അടുത്തുള്ളൊരു സബ്വേയിലേക്ക് ഞങ്ങൾ നടന്നു. ആ ബിൽഡിങ്ങിലേക്ക് ക്രോസ് ചെയ്യാനുള്ള ചെറിയൊരു ബ്രിഡ്ജാണിത്. ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കിടന്നപ്പോൾ ഇവിടെ നിറയെ മരങ്ങൾ ഇൻഡോർ ആയിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. സൺലൈറ്റ് കിട്ടാനായിട്ട് മുകളിൽ ഫുള്ള് ട്രാൻസ്പെറന്റ് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അവിടുന്ന് ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇരുട്ടായി. ഇപ്പോൾ വിന്റർ ആയതുകൊണ്ട് തന്നെ വെളിച്ചൊക്കെ പെട്ടെന്ന് തന്നെ പോകും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ട്രെയിൻ കയറി നേരെ ടവർ ബ്രിഡ്ജിന്റെ അവിടേക്ക് പോയി. ടവർ ബ്രിഡ്ജ് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും രാത്രി ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്.
തേംസ് നദിയുടെ തീരത്ത് വലിയ വലിയ ബിൽഡിങ്ങുകൾ. രാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാ ബിൽഡിങ്ങിലും നിറയെ ലൈറ്റുകളാണ്. ഈ ഏറ്റവും ഉയരത്തിൽ കാണുന്ന ബിൽഡിംഗ് ആണ് ലണ്ടനിലത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയ ഷാർഡ്. അതിന്റെ മുകളിൽ നിന്ന് നമുക്ക് ലണ്ടൻ കാണാനായിട്ട് പറ്റും. അതിന് പക്ഷേ ടിക്കറ്റ് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ഈ പാലം വലിയ ബോട്ടുകൾക്ക് കടന്നു പോകാനായിട്ട് 2 സൈഡിലേക്കായിട്ട് തുറക്കും. ആ തുറക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. രാത്രി ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷം ഈ ടവർ ബ്രിഡ്ജ് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഈ ടവർ ബ്രിഡ്ജിന്റെ സൈഡിൽ കൂടെയുള്ള ഫുട്പാത്ത് കൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഇവിടെ നിറയെ ക്രിസ്മസ് മാർക്കറ്റ് സ്റ്റാളുകളാണ്. പലതരം വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ്, അതുപോലെ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ്, അങ്ങനെ കുറേയധികം സ്റ്റാളുകൾ നടക്കുന്ന വഴിക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടുന്ന് പിന്നെ നേരെ ഞങ്ങൾ പോയത് എവർ ആഫ്റ്റർ ഗാർഡനിലേക്കാണ്. കുറേയധികം ഇലുമിനേറ്റഡ് റോസസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമ്മളെ വിട്ടുപോയ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായിട്ട് ഓരോ ആളുകളും ഡൊണേറ്റ് ചെയ്യുന്നതാണ് ഈ വൈറ്റ് റോസസ്. ഇവിടെ വരുന്ന ആർക്കും ഇതുപോലെയുള്ള റോസസുകൾ ഇവിടെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ നിന്ന് കിട്ടുന്ന പൈസ അവർ ക്യാൻസർ ചാരിറ്റി ആവശ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. എല്ലാ കൊല്ലവും നവംബർ 14 മുതൽ ഡിസംബർ 18 വരെയാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. ഇവിടേക്കുള്ള എൻട്രി ഫ്രീ ആണ്. സമയം വരുന്നത് വൈകിട്ട് 3 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. ഇതാണ് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്. ഇവിടെ ഫുള്ള് സ്റ്റാർ ലൈറ്റുകളാണ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. സ്ട്രീറ്റിലൂടെ ഈ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള ഈ വണ്ടിയും പോകുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇതിൽ കയറിയിട്ട് നമുക്ക് ഈ ലൈറ്റ്സ് ഒക്കെ കാണാനായിട്ട് പറ്റും. ലണ്ടനിലത്തെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ക്രിസ്മസ് ലൈറ്റ് ആണ് ഈ റീജൻ സ്ട്രീറ്റിലത്തെ ഏഞ്ചൽ ലൈറ്റുകൾ. ഇപ്പോൾ ഈ പോകുന്ന ഓപ്പൺ ബസ് അത് ക്രിസ്മസ് ലൈറ്റ്സ് കാണാനായിട്ട് വേണ്ടി മാത്രമുള്ള ബസ്സാണ്. ഇതിലും നമുക്ക് കയറാൻ പറ്റും. ഒരു ചെറിയ ചാർജ് സെപ്പറേറ്റ് കൊടുക്കണം. കുറേയധികം ആളുകൾ ഈ സ്ട്രീറ്റിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആണ് ശരിക്ക് രാത്രി ഈ സ്ട്രീറ്റ് കാണാനായിട്ട്. എല്ലാ കൊല്ലവും ഓരോ വെറൈറ്റി ലൈറ്റ്സുകൾ പരീക്ഷിക്കുന്ന ഒരു സ്ട്രീറ്റാണ് കാർണബി സ്ട്രീറ്റ്. ഇക്കൊല്ലത്തെ ലൈറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞ കൊല്ലത്തെ ക്രിസ്മസ് ലൈറ്റ്സ് ആയിരുന്നു. ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ ബോണ്ട് സ്ട്രീറ്റ്. ഞങ്ങളുടെ ലിസ്റ്റിൽ കോവന്റ് ഗാർഡനും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ സമയക്കുറവ് കാരണം ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് നിന്നില്ല. ഇത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പിക്കാർഡി സർക്കസിലേക്കാണ് പോയത്. അമേരിക്കയിലെ ടൈം സ്ക്വയർ ഒക്കെ പോലെ ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള ഡിജിറ്റൽ പരസ്യങ്ങളാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. ലണ്ടനിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള നൈറ്റ് ലൈഫുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഈ കാണുന്നതൊക്കെ പബ്ലിക്കിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഓരോ ആക്ടിവിറ്റീസാണ്. അന്നത്തെ ദിവസം അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ക്യാംപ്ടൺ മാർക്കറ്റിലേക്കാണ് പോയത്. ഈ 2 ബോട്ടുകൾക്കും അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ ഈ വെള്ളത്തിന്റെ ലെവല് ഈക്വൽ ആക്കണം. അതാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ ഹോളിഡേ സമയത്ത് ബോട്ട് ലൈഫ് ചെയ്യുന്ന ആളുകളെയും സ്ഥിരമായി ബോട്ടിൽ താമസിക്കുന്ന ആളുകളെയും ധാരാളം നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ UK പല ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള ലോക്കുകളുണ്ട്. വളരെ വലിയൊരു മാർക്കറ്റാണ് ക്യാംപ്ടൺ മാർക്കറ്റ്. വെറൈറ്റീസ് ഓഫ് ഫുഡുകൾ, ഡ്രസ്സുകൾ, ഓർണമെന്റ്സ്, ആന്റിക് സാധനങ്ങൾ, അങ്ങനെ ഇവിടെ കിട്ടാത്ത സാധനങ്ങൾ വളരെ ചുരുക്കമാണ്. ഈ മാർക്കറ്റ് മൊത്തം നടന്ന് കാണാനും നമുക്ക് അത്യാവശ്യം ടൈം എടുക്കും. അവിടുന്ന് ഞങ്ങൾ ട്രൈ ചെയ്ത ഫുഡാണിത്. പുൾഡ് ബീഫ് വിത്ത് ഫ്രൈസ്. 14 പൗണ്ടാണ് ഇതിന് ചാർജ് വരുന്നത്. ഇവിടെ എല്ലാത്തിനും കുറച്ച് പ്രൈസ് കൂടുതലാണ്. ഇതൊരു ഇന്ത്യൻ ഫുഡ് വിൽക്കുന്ന സ്റ്റാളാണ്. ദോശയാണ് ആളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഈ മാർക്കറ്റ് കൂടി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകും. ലണ്ടൻ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫീല് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്തതിന് ശേഷം ലണ്ടൻ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.